എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ LDC മൊഡ്യൂൾ പ്രകാരമുള്ള SCERT ബുക്കിലെ റിവിഷൻ സീരീസ് ആണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത 10 ചോദ്യം പരിചയപ്പെടാം. ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം, ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ട് ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗോവ, ദാമൻ, പോണ്ടിച്ചേരി, ദിയു. 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഇതിൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ കച്ചവട കേന്ദ്രങ്ങളിൽ പെടാത്തത് പോണ്ടിച്ചേരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അങ്ങനെയാണെങ്കിൽ പോണ്ടിച്ചേരി ആരുടെ കച്ചവട കേന്ദ്രമായിരുന്നു? പോണ്ടിച്ചേരി ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു. എന്ത്? പോണ്ടിച്ചേരി, മാഹി, കാരക്കലൊക്കെ എന്താണ്? ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടേത് ഗോവ, ദാമൻ, ദിയു. ഇതിൽ പോണ്ടിച്ചേരി എന്നുള്ളത് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ച യൂറോപ്യൻസ് ആരാണ് എന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ എ ഡച്ചുകാർ, ഓപ്ഷൻ ബി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാർ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട, അതുപോലെ കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ട, ഇത് നിർമ്മിച്ച യൂറോപ്യൻസ് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകളാണ് എന്ത്? തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും. ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡ് മുൻകൈയെടുത്ത് തയ്യാറാക്കിയ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൻ്റെ രചനയ്ക്ക് സഹായിച്ച മലയാളി വൈദ്യനാരാണ്? ഇട്ടി അച്യുതനാണ്. ഇട്ടി അച്യുതൻ വൈദ്യരാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് സഹായിച്ച മലയാളി വൈദ്യൻ. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണെന്ത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡ് ആണെന്ത് ഇതിന് തയ്യാറാക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തത്. ഇതിന് സഹായിച്ച മറ്റു 2 ഗൗഡശാസ്ത്ര ബ്രാഹ്മണന്മാരായിരുന്നു അപ്പുഭട്ടും രംഗഭട്ടും. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പരാമർശം നടത്തുന്ന സസ്യം എന്ന് പറയുന്നത് നമ്മളെ തെങ്ങാണ്. തെങ്ങിനെ കുറിച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യത്തെ പരാമർശം നടത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അനുബന്ധമായിട്ട് ഓർത്തിരിക്കുക. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അത് നടന്ന വർഷം 1741. 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം നടന്നത് എന്ന് പറഞ്ഞു. ആരൊക്കെ തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തോൽപ്പിച്ചത് ഡച്ച് പടനായകൻ ആരാണ്? ഡിലനോയിയാണ്. ഡിലനോയിയെ അദ്ദേഹം തടവിൽ പിടിക്കുകയും പിന്നീട് അദ്ദേഹത്തെ മാർത്താണ്ഡവർമ്മയുടെ സൈനിക തലവനായിട്ട് നിയമിക്കുകയും ചെയ്തു. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന സൈനിക തലവൻ, മാർത്താണ്ഡവർമ്മയുടെ സൈനിക തലവനാണ് ആര്? ഡിലനോയി. ഡിലനോയി ഡച്ചുകാരനായിരുന്നു. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെട്ട ഡച്ച് പടനായകനാണ് ഡിലനോയി. അതിൽ അദ്ദേഹത്തെ യുദ്ധ തടവുകാരനായി പിടിച്ചിട്ട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തെ പരിശീലിപ്പിക്കുന്ന സൈന്യാധിപനാക്കി മാറ്റി. അപ്പോൾ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന സൈന്യാധിപൻ ഡിലനോയി ആണ്. അടുത്ത ചോദ്യമാണ് ജോഡി പൂരിപ്പിക്കാനാണ്. പറങ്കികൾ പോർച്ചുഗീസുകാർ, അങ്ങനെയാണെങ്കിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡച്ചുകാരാണ്. ഡച്ചുകാരെയാണ് ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്ന് നമ്മൾ വിളിച്ചിരുന്നു.
ഡച്ചുകാരെയാണ് നമ്മൾ ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്, പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്തുന്നതിന് വേണ്ടി ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം എന്നാണ്? ഇപ്പോൾ ലണ്ടനിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ഏതാണ് എന്നാണ് ചോദ്യം. 1600 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ 1602-ൻ്റെ പ്രത്യേകത എന്താണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷമാണ് 1602. ഓപ്ഷൻ ഡി 1664-ൻ്റെ പ്രത്യേകത എന്താണ്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷമാണ് 1664. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. ഇപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് ലണ്ടനിലാണ്. എന്തിനു വേണ്ടി? ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്തുന്നതിന് വേണ്ടിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതാണ്? ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഓപ്ഷൻ ബി ആണ്, സൂറത്താണ്. സൂറത്തിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ബ്രിട്ടീഷുകാർ ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു? സൂറത്തിലായിരുന്നു. പിന്നീട് കൊൽക്കത്ത, മദ്രാസ്, ബോംബെ എന്നിവിടങ്ങളിലേക്കൊക്കെ അവരെ വാണിജ്യ കേന്ദ്രങ്ങൾ അവർ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തന്ന ഓപ്ഷനിലെ 4 ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. പക്ഷേ അവരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്തിലെ സൂറത്താണ്. ഗുജറാത്തിലെ സൂറത്താണ് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ്. താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ബ്രിട്ടീഷുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി സൂറത്ത്, ഓപ്ഷൻ ബി സി ബോംബെ, ഓപ്ഷൻ ഡി ഗോവ. നമുക്ക് സിമ്പിളായിട്ട് അറിയാം, കാരണം ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഗോവ എന്നുള്ളത് ആരുടെ വാണിജ്യ കേന്ദ്രമാണ്? പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രമാണ് ഗോവ, ദാമൻ, ദിയു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ കൽക്കത്തയും സൂറത്തും ബോംബെയൊക്കെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങളാണ്. ഇതിൽ സൂറത്തിൻ്റെ നമ്മൾ മുമ്പത്തെ ചോദ്യം പറഞ്ഞു, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രമാണ് ഗുജറാത്തിലെ സൂറത്ത് എന്നുള്ളത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഗോവ ഒഴികെയുള്ളതൊക്കെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങളാണ്. ഗോവ പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങളാണ്. ഇനി നമുക്ക് ഇന്ത്യയിൽ വന്ന വിദേശികളുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഗോവ, ദാമൻ, ദിയു എന്നിവയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഫ്രഞ്ചുകാരുടെ ആണെങ്കിൽ മാഹി, പുതുച്ചേരി, കാരക്കൽ എന്നിവയാണ് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ബ്രിട്ടീഷുകാരുടെ ആണെങ്കിൽ സൂറത്ത്, കൽക്കത്ത, ബോംബെ, മദ്രാസ്. ബ്രിട്ടീഷുകാർ ഏകദേശം ഇന്ത്യയിലെ എല്ലായിടത്തും വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഗോവ, ദാമൻ, ദിയു. പ്രധാനമായിട്ടും 3 എണ്ണമാണ്: ഗോവ, ദാമൻ, ദിയു. ഫ്രഞ്ചുകാരുടേതാണെങ്കിൽ മാഹി, പുതുച്ചേരി, കാരക്കൽ. മാഹി, പുതുച്ചേരി, കാരക്കൽ. ബ്രിട്ടീഷുകാരുടേതാണെങ്കിൽ സൂറത്ത്, കൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നിവയൊക്കെയായിരുന്നു പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അതിൽ സൂറത്ത് നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എന്ന് പറയുന്നത് സൂറത്താണ്. അതിനുശേഷമാണ് കൊൽക്കത്ത പിടിച്ചടക്കിയത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. കൊൽക്കത്ത പിടിച്ചടക്കിയതും പ്ലാസി യുദ്ധം, ബക്സർ യുദ്ധം എന്നിവയൊക്കെ നമുക്ക് ഇനി അനുബന്ധമായിട്ടുള്ള വീഡിയോയിൽ തുടർന്ന് പഠിക്കാം. നമ്മളിപ്പോൾ 10 ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഓരോരോ വിദേശ ശക്തികളുടെയും ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്നുള്ളത് പ്രധാന പോയിൻ്റാണ്. ഇത് നിങ്ങളൊന്ന് നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നുള്ള ഈ വീഡിയോയിൽ പഠിച്ച ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞു. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത ചോദ്യങ്ങളുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും
താങ്ക് യു. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. ഇത്തവണ എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ വരിക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.